ആരോഗ്യത്തിനൊപ്പം സൗന്ദര്യവും. സമഗ്രമായ ആരോഗ്യത്തിന്റെയും സൗന്ദര്യത്തിന്റെയും പുതിയ തുടക്കത്തിനായി മട്ടാഞ്ചേരിയിൽ സ്ഥിതി ചെയ്യുന്ന ആയുർസ്പർശ് ആയുർവേദ ഹോസ്പിറ്റൽ നിങ്ങളേവരെയും സ്വാഗതം ചെയ്യുന്നു. ജനാധിപത്യത്തിലെ പ്രായോഗിക പാഠം പകർന്ന സ്കൂൾ തെരഞ്ഞെടുപ്പ്. നിയമസഭയിലേക്കും പാർലമെന്റിലേക്കുമൊക്കെ തെരഞ്ഞെടുപ്പ് നടക്കുന്നത് പുസ്തകത്താളുകളിൽ നിന്ന് മാത്രം പഠിച്ച കുട്ടികൾക്ക് അതിന്റെ പ്രായോഗിക രൂപം അവതരിപ്പിച്ച് സ്കൂൾ തെരഞ്ഞെടുപ്പ്. വടുതല ജമാഅത്ത് സ്കൂളിലാണ് പുതുമകൾ ഏറെയുള്ള തെരഞ്ഞെടുപ്പ് സംഘടിപ്പിച്ചത്. സ്കൂളിനെ നിയോജകമണ്ഡലമായും ക്ലാസുകളെ വാർഡുകളായും ഡിവിഷനുകളെ ബൂത്തുകളായും തിരിച്ചാണ് തെരഞ്ഞെടുപ്പ് നടത്തിയത്. സ്കൂൾ ലിറ്റിൽ കൈറ്റ്സ് ടീമിന്റെ നേതൃത്വത്തിൽ തയ്യാറാക്കിയ സംവിധാനം ഉപയോഗിച്ച് ഇലക്ട്രോണിക് വോട്ടിംഗ് സമ്പ്രദായത്തിലാണ് തെരഞ്ഞെടുപ്പ് നടന്നത്. പ്രിസൈഡിംഗ് ഓഫീസർ, പോളിംഗ് ഓഫീസർ തുടങ്ങി 6 പേരാണ് ഒരു ബൂത്തിൽ സേവനമനുഷ്ഠിച്ചത്. ഇത് നമ്മുടെ സ്കൂളിലെ 8ാം ക്ലാസ്സിലെ മത്സരിക്കുന്ന സ്ഥാനാർത്ഥികളാണ്. ആ സ്ഥാനാർത്ഥികളെ ഇലക്ഷന് മുന്നോടിയായിക്കൊണ്ടുള്ള പ്രചരണ സമയത്ത് ഒരുപാട് വാഗ്ദാനങ്ങൾ ആ കുട്ടികൾക്ക് നൽകിയിട്ടുണ്ട്, 8ാം ക്ലാസ്സിലെ കുട്ടികൾക്ക് നൽകിയിട്ടുണ്ട്. അതെന്തൊക്കെയാണെന്ന് അവരോട് തന്നെ നമുക്ക് ചോദിക്കാം. ഇങ്ങനെ 8, 9, 10 ക്ലാസുകളിലെ 24 ഡിവിഷനുകളിലെ കുട്ടികൾക്ക് വോട്ട് ചെയ്യാൻ സൗകര്യമൊരുക്കി. സ്ഥാനാർത്ഥികൾ, ഇലക്ഷൻ ബൂത്ത് ഏജന്റുമാർ, പ്രിസൈഡിംഗ് ഓഫീസർ, പോളിംഗ് ഓഫീസർമാർ എന്നിവർക്ക് ബൂത്തുകളിൽ പ്രത്യേകം ഇരിപ്പിടങ്ങൾ സജ്ജീകരിച്ചു. വോട്ടർമാരായ കുട്ടികൾക്ക് മുഴുവൻ ഇലക്ട്രൽ ഐഡിയും വോട്ടേഴ്സ് സ്ലിപ്പും വിതരണം ചെയ്തു. ഹൈസ്കൂളിൽ അതിൻ്റെ ചരിത്രത്തിൽ ആദ്യമായിട്ട് കുട്ടികളുടെ ഇലക്ഷൻ പാർലമെൻറ്റിൻ്റെ അതേ സിസ്റ്റത്തിൽ നടത്തുകയാണ്. കുട്ടികൾ ജനാധിപത്യത്തെക്കുറിച്ചും ഇലക്ഷൻ പ്രൊസീജിയറിനെക്കുറിച്ചും പഠിച്ചിട്ടുള്ളത് പുസ്തകത്താളുകളിൽ നിന്നാണ്. അതിൽ നിന്ന് വ്യത്യസ്തമായി അവരുടെ പ്രാക്ടിക്കലായി അത് പഠിക്കാനുള്ള അവസരമൊരുക്കുക എന്നതാണ് ഈ ഇലക്ഷൻ നടത്തുന്നതിൻ്റെ പ്രധാനപ്പെട്ട ഉദ്ദേശം. കുട്ടികളെല്ലാവരും അതിൽ ആവേശഭരിതരാണ്. അതിൻ്റെ എല്ലാ പ്രൊസീജിയറും, വോട്ടേഴ്സ് ലിസ്റ്റ് പ്രസിദ്ധീകരിക്കൽ അടക്കമുള്ള മുഴുവൻ ഇലക്ഷൻ പ്രൊസീജിയറും പാലിച്ചുകൊണ്ടാണ് ഈ ഇലക്ഷൻ നടന്നിട്ടുള്ളത്. ഏതാണ്ട് 1.5 ആഴ്ചയായി തുടങ്ങിവെച്ച പ്രൊസീജിയറിൻ്റെ അവസാന ഇലക്ഷൻ ഘട്ടത്തിലാണ് ഇപ്പോൾ സ്കൂളുള്ളത്. നിൽക്കുമ്പോഴത്തേക്കും ഞാനിവിടെ ബാലറ്റ് കൊടുത്താലാണ് എനിക്ക് അവിടെ പ്രസിഡന്റ് ആ ഒരു സ്റ്റേജ് വരുള്ളൂ. അത് ചെയ്യുമ്പോഴത്തേനും എനിക്കിവിടെ വേറെ ആൾക്ക് ബാലറ്റ് കൊടുക്കാനുള്ള ഓപ്ഷൻ വരും. അത് ചെയ്ത് അങ്ങനെ ഈ പ്രൊസീജിയർ തുടരും. പ്രിസൈഡിംഗ് ഓഫീസറാണ് ജമാഅത്ത് നടത്തിയിരുന്ന ഇലക്ഷൻ ഞങ്ങളുടെ ഏറ്റവും വേണ്ടപ്പെട്ട. സ്ലിപ്പുമായി വരുന്നവരെ പേര് വിളിച്ച് വോട്ടേഴ്സ് രജിസ്റ്ററിൽ പേര് ഒത്തുനോക്കി പ്രത്യേക രജിസ്റ്ററിൽ പേരെഴുതി ഒപ്പിട്ട പെരുവിരലിൽ മഷി പുരട്ടി ഇലക്ട്രോണിക് ബാലറ്റ് സാങ്ഷൻ ചെയ്ത ഇലക്ട്രോണിക് യന്ത്രത്തിൽ രഹസ്യ സ്വഭാവം സൂക്ഷിച്ച് വോട്ട് രേഖപ്പെടുത്തുകയായിരുന്നു. കരട് വോട്ടേഴ്സ് ലിസ്റ്റ് പ്രസിദ്ധീകരണം, വോട്ടേഴ്സ് ലിസ്റ്റിൽ പേര് ചേർക്കൽ, അന്തിമ വോട്ടേഴ്സ് ലിസ്റ്റ് പ്രസിദ്ധീകരണം, ഇലക്ഷൻ പ്രഖ്യാപനം, നിരതദ്രവ്യം കെട്ടിവെച്ച് നാമനിർദ്ദേശ പത്രിക സമർപ്പണം, പേര് പിൻവലിക്കൽ, ചിഹ്നം അനുവദിക്കൽ, പരസ്യ പ്രചരണം, മീറ്റ് ദി കാൻഡിഡേറ്റ്, നിശബ്ദ പ്രചരണം എന്നിവയ്ക്ക് ശേഷമാണ് തെരഞ്ഞെടുപ്പ് നടന്നത്. 2 ദിവസം ബിരിയാണി കൊടുക്കാൻ ഞാൻ HM-നോട് പറയും. പിന്നെ സ്കൂളിലേക്ക് കൃഷി കൊണ്ടുവരും. ലഹരിയില്ലാത്ത കൂട്ടുകാരാണ് നമുക്ക് ആവശ്യമുള്ളത്. ലഹരിയില്ലാത്ത വിദ്യാലയമാണ് നമുക്ക് വേണ്ടത്. തെരഞ്ഞെടുപ്പിന്റെ പ്രായോഗിക രൂപം പഠിപ്പിക്കുകയാണ് ലക്ഷ്യമെന്ന് സ്കൂൾ പ്രധാനാധ്യാപകൻ PK ഫാസിൽ പറഞ്ഞു. മോക്ക് പോളിംഗ് നടത്തി തെരഞ്ഞെടുപ്പ് പ്രക്രിയ സ്കൂൾ PTA പ്രസിഡന്റ് KR നടരാജൻ ഉദ്ഘാടനം ചെയ്തു. സോഷ്യൽ സയൻസ് അധ്യാപകരായ അബ്ദുൾ ഷിയാസ്, നജ്മത്ത്, ഷിജിന, സജിന, അഫ്സിന, വി അബൂബക്കർ എന്നിവർ ഇലക്ഷൻ പ്രക്രിയകൾക്ക് നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, വടുതല.